മതത്തിന്റെയോ സുറുമിയെ തിരുമുറ്റത്തേക്ക് വരുന്നതിനെ തടയാൻ ശ്രമിക്കരുതെന്ന് ആതിരയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ജയൻ. ചേച്ചി ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കുന്ന ഒരുപക്ഷെ ഞാനായിരിക്കും. സൂര്യനെ സഹായിക്കണമെന്ന ആവശ്യവുമായി തനൂജ തിരുമുറ്റത്തെത്തുന്നു. അവൻ ഈ വീട്ടിൽ അവിവാഹിതനായി കഴിഞ്ഞ നാൾ വരെ ഇപ്പറഞ്ഞ ദുശ്ശീലങ്ങളൊന്നും കാട്ടിയിട്ടില്ല. ആരും തന്നെ സഹായിക്കില്ലെന്നറിയുന്ന തനൂജ കനിയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് ഭർത്താവിനെ ജയിലിലാക്കിയതിന്റെ അമർഷം ഇതിലും വലുതായിരിക്കണ്ടേ? തനുജെ, ഞാൻ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഇടപെടാൻ വന്നിട്ടില്ല. അങ്ങനെ വരികയില്ല. നിന്റെ കളികളൊന്നും അണിയറയിൽ തന്നെ ആണല്ലോ. അച്ഛനും ഹരിയേട്ടനും ഒന്നും നിന്നെ പിടികിട്ടത്തുമില്ല. നീ ചെയ്യുന്ന ഈ ദ്രോഹത്തിനുള്ള ശിക്ഷ ഈശ്വരൻ അപ്പപ്പ തരുന്നുണ്ടല്ലോ നിനക്ക്. നിന്റെ പൊട്ടിപ്പെണ്ണിന് കണ്ണില്ലാതായതേ എന്റെ സൂര്യേട്ടനെ നീ ജയിലിൽ കയറ്റിയതുകൊണ്ടാ. ഇനി ഈ ജന്മം അവളുടെ കണ്ണ് നേരെയാവാനും പോകുന്നില്ല. ശരണാലയത്തിൽ വളർന്നവളെ ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊന്നും സ്വപ്നം കാണാൻ പാടില്ല. ഇനി അഥവാ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ഇങ്ങനൊരു നിയോഗം കിട്ടിയാൽ തന്നെ ഇവിടുത്തെ വേലക്കാരിയെ പോലെ അടുക്കള വരാന്തയിലോ പുറത്തെ ചായ്പിലോ പോയി കിടക്കണം. അല്ലാതെ തിരുമുറ്റം വീട്ടിലെ കെട്ടിലമ്മ ചമയം അല്ല നീ വേണ്ടത്. ഹരിയേട്ടൻ കെട്ടിത്തന്ന ഈ താലിച്ചെരടിന്റെ അവകാശത്തിലല്ലേടി നീ ഇവിടെ കിടന്ന് നകളിക്കുന്നത്. അരപ്പവൻ പോലും തൂക്കം വരാത്ത ഈ താലിയുടെ അവകാശത്തില് ഇനിയും നീ എന്റെ സൂര്യേട്ടനെ ദ്രോഹിക്കും. നിന്നെ ആരതി ഒഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറ്റാൻ നിലവിളക്കം പിടിച്ച് ഇവളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നു. അതിലും വലിയൊരു നാണക്കേട് ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് നിന്നെ നിന്റെ പൊട്ടിപ്പെണ്ണിനെ അടിച്ചിറക്കാൻ എന്റെ സൂര്യേട്ടനെ ഇവളും ആവുന്നത്ര നോക്കിയിട്ടുണ്ട്. കഴുത്തിൽ ഈ താലി കിടക്കുന്നതല്ലേടി നിന്റെ ബലം. ഇത് പൊട്ടിച്ചെടുത്ത് ഞാൻ ഇവിടുത്തെ അഴുക്ക് ചാലിൽ എറിയാൻ പോവുക. എന്നാലെങ്കിലും നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവോന്ന് എനിക്കൊന്ന് അറിയണം. കൈയെടുക്ക തനുജ. ഇതണിയാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ഇനി നീ ഈ വീട്ടിൽ ഹരിയേട്ടന്റെ ഭാര്യയായി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. തനുജ, കൈയെടുക്കാൻ. തനുജയുടെ കൈകൊണ്ട് ഈ താലിച്ചരട് പൊട്ടേണ്ടി വന്ന എന്റെ മരണത്തിന് കൂടി തനുജ സമാധാനം പറയേണ്ടി വരും. തനുജടുത്തി വേണ്ട, ഞാനല്ലേ പറയുന്നത്. തനുജയുടെ കണ്ണിൽ ഇത് വെറും ഒരു ചരടായിരിക്കും. അരപ്പവും പോലും തൂക്കമില്ലാത്ത വെറും ഒരു ഉരുപ്പടി. പക്ഷെ എനിക്കിതെന്റെ ജീവിതമാ. ഹരിനാരായണൻ സാർ എനിക്കെന്റെ ദൈവമാ. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും എന്നെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാനും കഴിയില്ല. എൻ്റെ സഹോദരങ്ങളിൽ നല്ലവരായിരുന്നോ മോശപ്പെട്ടവരായിരുന്നോ ഞാൻ ചികഞ്ഞു നോക്കിയിട്ടില്ല. അവരോടൊപ്പം ജീവിക്കുന്നവർ എനിക്ക് കിട്ടിയ വിലപ്പെട്ട ബന്ധങ്ങളാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അനിയത്തിമാരായും അളിയന്മാരായും വന്നു കയറുന്നവർ ബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും ഒരു വീടിനെ സ്വർഗമാക്കി തീർക്കേണ്ടവരാണ്. പക്ഷെ എന്തോ തിരുമുറ്റം വീടിന്റെ കാര്യത്തിൽ മാത്രം ചില കല്ലുകടികൾ സംഭവിക്കുന്നു. വന്നു കയറുന്നവർ മാത്രമല്ല, ഒപ്പം കളിച്ചു വളർന്നവർ, ഒരു കിടക്കയിൽ കിടന്നുറങ്ങിയവർ, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച കൂടപ്പിറപ്പുകൾ തന്നെ അന്യരെക്കാൾ അകലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഏഞ്ചലിന്റെ രോഗവിവരമറിഞ്ഞ് എന്റെ അച്ഛനല്ലാതെ മറ്റാരും ഇവിടെ നെഞ്ചു തകർന്ന് കരഞ്ഞിട്ടില്ല. പണ്ടേ ഒരു ആശ്വാസവാക്കോ സാന്ത്വനമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്റെ ഇളയ അനിയൻ ജയിനിൽ നിന്ന് മാത്രം. അവന്റെ ആ നല്ല മനസ്സ് ഇന്ന് അവന്റെ കൂടെ ജീവിക്കുന്ന സുറുമിക്കുണ്ട്. എന്റെ ആനി അവനൊരു ഏട്ടത്തി മാത്രമായിരുന്നില്ല, അമ്മ കൂടിയായിരുന്നു. ആനിയും ഏഞ്ചലിനെയും കണ്ട കണ്ണിൽ തന്നെയാണ് അവൻ കനിയെയും മണിക്കുട്ടിയും കാണുന്നത്. പിന്നെ സൂര്യനെ തിരിഞ്ഞു നോക്കാത്തതിലുള്ള ദേഷ്യം തീർക്കാനാ തനൂജ ഇവിടെ വന്നത്.
എനിക്കും അച്ഛനും മുന്നിൽ ഇതുവരെ കാണാത്ത രീതിയിൽ തനൂജ എന്ന് പെരുമാറി. പലതും വിളിച്ചു പറഞ്ഞു. തനൂജയെ ഒരു മകളായിട്ട് കാണുന്ന അച്ഛന് അതിൽ വലിയ സങ്കടം ഉണ്ടായിട്ടുണ്ട്. പാവം, കനിയും അവള് വേദനിപ്പിച്ച് കാണും. മണിക്കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയെങ്കിലും അവളൊരല്പം ദയ പോലും കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? നമ്മുടെ സങ്കടങ്ങളും വേദനകളും അവർക്കാർക്കും ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് എന്തു വേണമെങ്കിലും വിളിച്ചു പറയാം. കണ്ണിൽ ചോരയില്ലാത്തവരെ പോലെ പ്രവർത്തിക്കാം. കനി, ഇതിലൊന്നും നമ്മൾ തകരാൻ പാടില്ല. ഇല്ല സർ, മണിക്കുട്ടിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതോടെ ഒന്നും കാണാൻ കഴിയാതായത് എനിക്ക്. സർ, ഇപ്പോഴും വൈകിട്ടില്ല, ഞങ്ങളെ പോകാൻ അനുവദിച്ചൂടെ? പല ആവർത്തി എനിക്കിത് പറയേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും ഇല്ലാതെ കഴിഞ്ഞവരാണ് സർ. ഞങ്ങള് ആരുടേതാവാനും പാടില്ല. സാർ ആശങ്കപ്പെടുന്ന പോലെ ഈ തിരുമുറ്റം വീടൊരു സ്വർഗം അല്ലാതായി തീരരുത്. എല്ലാത്തിനും കാരണം ഞാനും മണിക്കുട്ടിയല്ലേ സാർ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. ജയനും സുറുമിയും മാത്രമല്ല, സൂര്യനും തനുജയും ആതിരയും അമ്പിളിക്കുട്ടനും, അങ്ങനെ എല്ലാവരും ഏഞ്ചലിനെ സാറിനെ സ്നേഹിക്കണം. അകലങ്ങൾ കളഞ്ഞ് അവരെല്ലാം അടുത്തേക്ക് വരണം. എല്ലാം കണ്ണിറയെ കണ്ട് സാറിന്റെ അച്ഛൻ അതിൽ സന്തോഷിക്കണം. ഞാനും മണിക്കുട്ടിയും അതിന് തടസ്സമാവാൻ പാടില്ല സർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനുണ്ട്, ഫാദറുണ്ട്, പിന്നെ പള്ളിയും പുണ്യാളന്മാരും ഉണ്ട്. ഞങ്ങൾക്കത് മതി സാർ. ഇല്ല, കനിയും മണിക്കുട്ടിയും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഈ താലി ചാർത്തി തന്ന അധികാരം കൊണ്ട് തന്നെ പറയുന്നതാ. ഇതെന്റെ ജീവിതമാ. ഇവിടെ എനിക്കും ഏഞ്ചലിനും ഒപ്പം ജീവിത അവസാനം വരെയും കനിയും മണിക്കുട്ടി ഉണ്ടാവും. ഏഞ്ചലെ, നമ്മളിപ്പോ എവിടെയാ? മുറ്റത്ത്. എന്തിനാ മുറ്റത്ത് വന്നേ? എനിക്ക് എന്റെ കനിമരടുത്തിരിക്കണം. കനിമയെ എന്നോട് പറഞ്ഞേ മണിക്കുട്ടിയെ മുറ്റത്തൊക്കെ ഒന്ന് നടത്തിക്കേ. വേണ്ട, എനിക്ക് നടക്കണ്ട. ഇവിടെ മൊത്തം ഇരുട്ടാ, എനിക്ക് പേടിയാവുന്നു. മണിക്കുട്ടി എന്തിനാ പേടിക്കുന്നേ? ഞാൻ അടുത്തില്ലേ. എനിക്ക് നടക്കാൻ പറ്റത്തില്ല. മുമ്പിലെ മൊത്തം കുഴിയാ, ഞാൻ വീഴും. ഇല്ല, ഇത് നമ്മളെ മുറ്റ. മണിക്കുട്ടി, ഞാനിപ്പോ വരാമേ. മണിക്കുട്ടി ഇവിടെ തന്നെ നിക്കണം. എനിക്ക് പേടിക്കണ്ട, ഞാനിപ്പോ വരാം. കരകാണക്കടൽ ഇവിടെ തപ്പിത്തടഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങിയോ മണിക്കുട്ടി? അങ്കിളെ, ഏഞ്ചൽ എവിടെ? ആതിര പറഞ്ഞതുപോലെ അവസരങ്ങൾ വന്ന് വീഴുമ്പോ മിസ് ചെയ്യാൻ പാടില്ല. ഇതൊരു ഗോൾഡൻ ചാൻസ്. അങ്കിളെ, ഏഞ്ചൽ എവിടെ? വാ, അങ്കിള് മണിക്കുട്ടിയെ ഏഞ്ചലിന്റെ അടുത്ത് കൊണ്ടാക്കാം. ഇവിടെ നേരെ റൂട്ടിലേക്ക് വിടണം. ചീറിപ്പാഞ്ഞു വരുന്ന ഏതെങ്കിലും വണ്ടി ഇവിടെ തട്ടിയിട്ടോളും. അതിരെ, ഈ ഗിഫ്റ്റ് ഞാൻ നിനക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. വാ മോള് വാ. മണിക്കുട്ടി, ഓപ്പറേഷൻ ഫെയിൽഡ്. മണിക്കുട്ടി, എനിക്ക് കനിമേരടുത്ത് പോണം. ഏഞ്ചലെ, മണിക്കുട്ടി ഒറ്റക്കിട്ട് നീ എവിടെ പോയതാ? കൊണ്ടാക്ക്, കനിമേടത്ത് കൊണ്ടാക്ക്, വേഗം കൊണ്ടാക്ക്. ഇനിയും വേറൊരു അവസരം വരും, ശരിയാക്കി കൊടുക്കാം. സൂര്യേട്ടാ, നിങ്ങളുടെ ഈ നിപ്പ് കാണാൻ എനിക്ക് കഴിയുന്നില്ല സൂര്യേട്ടാ. ഞാൻ നെഞ്ചുപൊട്ടി വീണു പോവും. പോലീസുകാരെ പിടിക്കാൻ വന്നപ്പോ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത്. അത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലേ? എന്റെ സൂര്യേട്ടാ, നിങ്ങളുടെ ചങ്ക് പിടയുന്നത് എനിക്കല്ലേ അറിയൂ. ഇതെന്തൊരു കോല സൂര്യേട്ടാ. സത്യം പറ, നിങ്ങളെ അവരടിക്കി അങ്ങനെ ചെയ്തോ? ഇല്ലടി, എന്റെ മേലെ അവർ തൊട്ടിട്ടില്ല. ഒരു ചൂരലുകൊണ്ടുള്ള തല്ല് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. നീയാണ്, നമ്മുടെ കിച്ചുമോനാണ് സത്യം. പിന്നെ
ഒന്ന് കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും തോന്നുന്നില്ല. വിശപ്പ് സഹിയുടെ എന്തെങ്കിലും കഴിച്ചാലായി. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ജയിലിലായി എന്നറിഞ്ഞപ്പോഴെങ്കിലും വലിയേട്ടനോ അച്ഛനോ ആരെങ്കിലും വരുമെന്ന് കരുതി. ആര് വരാൻ? ആരും നിമിഷം വരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാനിങ്ങനെ ജയിലിൽ തന്നെ കിടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരിപ്പോഴും. അവരുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. അവരൊക്കെ ആഘോഷിക്കണ്ടേ. എനിക്ക് നീയും നമ്മുടെ കിച്ചുമോനെ മാത്രം മതി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? അവരുടെ കാല് പിടിക്കാനോ? എനിക്ക് നിങ്ങളാ വലുത്. നിങ്ങൾക്ക് വേണ്ടി ആരുടെ കാല് പിടിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. ധനുജേ, പക്ഷെ അവിടുന്ന് കണ്ണീരോടെയാ സൂര്യേട്ട ഞാൻ പടി ഇറങ്ങിയത്. നിങ്ങളുടെ അച്ഛൻ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങള് അങ്ങേരുടെ ചോരയിലുണ്ടായ മോനല്ലേ? നിങ്ങളെ ജയിലിൽ നിറക്കാനുള്ള മനസ്സോ കാണിച്ചില്ല. പോട്ടെ, ജയിലിൽ കിടക്കുന്ന നിങ്ങളെങ്ങനെ താറടിച്ച് സംസാരിക്കണമായിരുന്നു? അച്ഛൻ സൂര്യേട്ടനെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ കരുതത്തില്ലേ ഞാനൊരു തെമ്മാടിയുടെ കൂടെയാ ജീവിക്കുന്നതെന്ന്? വടി കുത്തിവെച്ചതുപോലെ നിങ്ങളുടെ വല്യേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ കുലുങ്ങാത്തടുത്ത് മോൻ കുലുങ്ങില്ലല്ലോ. എന്റെ ദൈവമേ, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു അമ്മായിയപ്പനെ തന്നത്? നീ തിരുമുറ്റത്തേക്ക് ചെന്ന് കയറിയതേ ബുദ്ധിമോശം. എല്ലാവരുടെയും മുന്നിൽ നാണങ്കനടി വന്നില്ലേ നിനക്ക്? അച്ഛനോടോ നിങ്ങളുടെ വല്യേട്ടനോടോ എനിക്ക് തട്ടിക്കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ദേഷ്യം ഞാൻ അവളോട് തീർത്തിട്ടുണ്ട്. ആരോട്? കിട്ടാക്കനി പോലെ ഒരുത്തിയെ നിങ്ങളുടെ വല്യേട്ടൻ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അവളോട്. അടുക്കളയിൽ ചെന്ന് കയറി അവൾ അവിടെ ഇട്ട് തൊലി ഉരിഞ്ഞിട്ടുണ്ട് ഞാൻ. അവൾ ഒരുത്തിയാണല്ലോ ഇതിനൊക്കെ കാരണക്കാരി. അവളുടെ വായിന്ന് കമാന്നൊരു അക്ഷരം വീണില്ല. നിങ്ങളുടെ വല്യേട്ടനെ അവള് മയക്കിയെടുത്ത് പമ്പരം പോലെ കൈവെള്ളയിലിട്ട് കറക്കൂല്ലേ? എന്റെ സൂര്യേട്ടാ, അവളുടെ മുഖം കണ്ടപ്പോഴുണ്ടല്ലോ എന്റെ സകല നിയന്ത്രണവും വിട്ടു. അവളുടെ കരണക്കുറ്റി കിട്ടുന്ന കൊടുത്തില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോ സൂര്യേട്ടൻ ചെന്ന് ആതിരയോട് ചോദിച്ചു നോക്ക്, അവളവിടെ ഉണ്ടായിരുന്നു. ഇനി ആ കനി അവളുടെ പൊട്ടിപ്പെണ്ണിനെയും കൊണ്ട് തിരുമുറ്റത്ത് വീട്ടില് അള്ളിപ്പിടിച്ച് നിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. സൂര്യേട്ടന് അവള് ജയിലിലാക്കിയതിന്റെ അന്ന് ദൈവം അവക്കൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. എന്ത്? ആ പൊട്ടിപ്പെണ്ണില്ലേ മണിക്കുട്ടി, അവളിപ്പം മന്ദബുദ്ധി മാത്രമല്ല കുരുടിയും കൂടി ആയിട്ടുണ്ട്. നിന്ന നിപ്പില് അവളുടെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. നേരാണോ ഈ പറയുന്നേ? അതെ സൂര്യേട്ടാ, അവക്കിപ്പോ ഒന്നും കാണാൻ കഴിയില്ല. തപ്പിത്തടഞ്ഞ് നടക്കുക. കൊള്ളാം. എന്റെ വലിയേട്ടൻ്റെ ഒരു ദുർവിധി നോക്കണേ. ഹാർട്ട് പേഷ്യൻ്റായ ഏഞ്ചലിനെ നോക്കാൻ വേണ്ടി ഹരിയേട്ടൻ കൊണ്ടുവന്ന കനി എന്ന പരമസാധു. ഹരിയേട്ടനോടുത്ത സമ്മാനം കൊള്ളാം. ബുദ്ധിമാന്യവും പോരാത്തതിനിപ്പോ അന്തയും കൂടി ആയിരിക്കുന്നു. ധനുജേ, ഇനി ആ 2 കുഷ്ഠരോഗം കൂടി പിടിപെട്ടാൽ പോലും നമ്മൾ അവരോട് ഒരു ദയം കാണിക്കാൻ പോകുന്നില്ല. ദയ അതവൾ അർഹിക്കുന്നില്ല സൂര്യേട്ടാ. ആ മതി മതി, സമയം കഴിഞ്ഞു. സൂര്യേട്ടാ, എന്നാ നീ ചെല്ല്. ഊണും ഉറക്കവും ഒന്നും മുടക്കല്ലേ സൂര്യേട്ടാ? വല്ലതും കഴിക്കണേ. നീ ചെല്ല്.
മണിക്കുട്ടി, വേണ്ട, എന്നോട് ആരും മിണ്ടണ്ട. എന്റെ കനിമേ മിണ്ടണ്ട. ഞാൻ നിങ്ങളുടെ മണിക്കുട്ടിയല്ല, ഞാൻ കണ്ണുകുട്ടിയാ. എന്നെ ആരും നോക്കണ്ട. എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. മണിക്കുട്ടി മോളെ. ഇല്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. കനിമ ഏഞ്ചലൊക്കെ പറഞ്ഞില്ലേ എനിക്ക് ഉടനെ എല്ലാം കാണാൻ പറ്റുന്നു. എന്നിട്ടെന്താ എനിക്കൊന്നും കാണാൻ പറ്റാത്ത? മണിക്കുട്ടി, എനിക്ക് കാണണം കനിമ. എനിക്ക് നിങ്ങൾ എല്ലാരെയും കാണണം. എനിക്ക് കനിമയെ കാണണം, ഏഞ്ചലിനെ കാണണം, ഉണ്ണിക്കുത്തിനെ കാണണം, ഫാദറിനെ കാണണം, പള്ളി കാണണം, ഏഞ്ചലിന്റെ പപ്പയും അപ്പൂപ്പിനെ ഒക്കെ കാണണം. പിന്നെ എനിക്ക് മുറ്റത്തെ ചെടിയിൽ വീഴണ പൂക്കള് കാണണം, എന്റെ തെറ്റാലി കാണണം. കനിമ എനിക്കെല്ലാം കാണണം. കനിമ എനിക്കെല്ലാം കാണണം. വേണ്ട, എന്നെ തൊടണ്ട. നിങ്ങൾക്കൊക്കെ എല്ലാം കാണാലോ. എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സങ്കടവും ഇല്ല. എന്നെ തൊടണ്ട കനിമ. എന്റെ കണ്ണ് നേരാക്കി തന്നിട്ട് എന്നെ തൊട്ടാ മതി. അതുവരെ കനിമയോട് ഞാൻ മിണ്ടൂല, ഏഞ്ചലോട് മിണ്ടൂല. മണിക്കുട്ടി, എന്നോട് മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ പറയുന്ന മൊത്തം ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ വയ്യല്ലോ. എന്താ എനിക്ക് നിങ്ങളെ കാണാൻ വയ്യാത്ത? എന്റെ കണ്ണ് എന്റെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ ഏഞ്ചല് എനിക്കൊന്നും കാണാൻ പറ്റാത്ത? എനിക്ക് കാണണം, എനിക്ക് കാണണം കനിമ, എനിക്ക് കാണണം, എനിക്ക് കാണണം. തൊടണ്ട, വീട് എനിക്കൊന്നും കാണുന്നില്ല കനിമ, എനിക്ക് കാണണം. കാണണം കനിമ, എനിക്കെന്നെ കാണണം, എനിക്ക് എല്ലാരും കാണണം. എനിക്ക് മാത്രം എന്റെ കനിമ ഒന്നും കാണാൻ പറ്റാത്ത. എനിക്ക് എല്ലാരും കാണണം. കാണണം കനിമ. എന്താ ഹരിയേട്ടനിപ്പോ ഓഫീസിലേക്ക് വരാറില്ലെന്നോ? അതെ മാഡം, സാറിപ്പോ ഇവിടേക്ക് വരാറില്ല. നാളെയും വരില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം വല്ലതും പറഞ്ഞോ? ഇല്ല മാഡം, ഒന്നും പറഞ്ഞിട്ടില്ല. ഇക്കണക്കിന് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളാകെ പ്രശ്നത്തിലാവും. ഇപ്പൊ തന്നെ ഏതാണ്ട് കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാ. സാറിനെ 1-2 തവണ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നതേ സാറാ മണിക്കുട്ടിയുടെ ട്രീറ്റ്മെന്റുമായിട്ട് എൻഗേജ്ഡ് ആണെന്നാ. ഓ, കാരണം അത് തന്നെ ആയിരിക്കും. ശരി പ്രകാശ്, ഞാൻ വിളിക്കാം. ശരി മാഡം. എന്താ മോളെ? ആ, അമ്മച്ചി ഒരു കാര്യം അറിഞ്ഞോ? എന്ത്? ഹരിയേട്ടൻ ഇപ്പൊ ഓഫീസിലേക്ക് ചെല്ലാറില്ലത്രേ. ബിസിനസിനേക്കാളും അവനിപ്പോ വലുത് ആ കനിയല്ലേ? അല്ല അമ്മച്ചി, ഹരിയേട്ടൻ ഇപ്പൊ കിടന്ന് ഓടുന്നത് ആ മണിക്കുട്ടിക്ക് വേണ്ടിട്ടാ. ഹോസ്പിറ്റല്, ട്രീറ്റ്മെന്റ്, ചെക്കപ്പ്. ഏതായാലും ഹരിയേട്ടന്റെ ജീവിതം ഇപ്പോ അങ്ങനെയായി മാറി. ആ പൊട്ടിപ്പെണ്ണിനെയും കൊണ്ട് അവൻ വെളിരാജ്യത്ത് പോയാലും അതിന് കാഴ്ചയൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കിട്ടാതെ വന്ന ഒരുപക്ഷെ ഹരിയേട്ടൻ തന്റെ കണ്ണുകളിലൊന്ന് അവക്ക് ദാനം ചെയ്തെന്ന് വരും. മണിക്കുട്ടിയാണല്ലോ അങ്ങേർക്കിപ്പോ ജീവൻ. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ലല്ലോ അമ്മച്ചി ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. ഒരു ഹാർട്ട് പേഷ്യന്റ് ആയ നമ്മുടെ ഏഞ്ചലിന്റെ പേരിൽ പോലും ഹരിയേട്ടൻ ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല, ഓഫീസിൽ വരാതെ ഇരുന്നിട്ടില്ല. പക്ഷേ ആ പൊട്ടിപ്പെണ്ണിന്റെ കണ്ണുകൾ അടിച്ചു പോയതിന്റെ പേരിൽ ഓഫീസിൽ സ്ഥിരം ആബ്സെന്റ് ആവാന്ന് വെച്ചാ ഏഞ്ചലിനേക്കാൾ ഇഷ്ടം മണിക്കുട്ടിയോട് ഹരിയേട്ടന് തോന്നി തുടങ്ങിന്നല്ലേ അതിനർത്ഥം? അതെന്താ മോളെ, മണിക്കുട്ടിയെ ഹരിനാരായണൻ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? കേട്ടോ മോളെ, നമ്മുടെ ഏഞ്ചലിനെ മറന്നുള്ള സംസാരല്ലേ നിന്റെ അപ്പൻ നടത്തുന്നത്? ഞാൻ ആരെ മറന്നിട്ടൊന്നുമില്ല. ഹരിനാരായണൻ മണിക്കുട്ടിയെ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അയാളാ കണ്ണുപൊട്ടി പെണ്ണിനെ കെട്ടിപ്പിടിച്ച് തിരുമുറ്റത്ത് തന്നെ ഇരിക്കട്ടെ. ഏറിയാൽ 6 മാസം. അതിനകം തിരുമുറ്റം ഗ്രൂപ്പിന്റെ എല്ലാ ബിസിനസ്സും സ്തംഭിക്കും.
കമ്പനി അടച്ചുപൂട്ടും. പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ 3 അല്ല 30 കൊല്ലം എടുത്താലും സാധിക്കില്ല. അവന്റെ ബിസിനസ്സുകളെല്ലാം പൊളിയണം, കമ്പനി പൂട്ടണം. ഇന്ന് നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യില്ലായിരുന്നോ? നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ കുറ്റബോധം അവനുണ്ടാകണം മോളെ. തിരുമുറ്റം കമ്പനി അത് അടച്ചുപൂട്ടി അതിന്റെ ഗേറ്റ് തുരുമ്പെടുക്കുന്നത് എനിക്ക് കാണണം. മേരി, നീ ഇങ്ങനെ ശപിക്കരുത്. ഒരാളെ ഇങ്ങനെ നശിച്ചു കാണാനും ആഗ്രഹിക്കരുത്. ഒരു ബിസിനസ് സ്വപ്നം കാണുകയും അതിനുവേണ്ടി ഊണും ഉറക്കമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാ ഹരിനാരായണൻ ഇന്ന് ഈ നിലയിലെത്തിയത്. പിന്നെ വലിയ അംബാനിയല്ലേ? എന്താ സംശയമുണ്ടോ? ഹരിനാരായണൻ കേരളത്തിലെ അംബാനി തന്നെയാ. നേരെ ചൊവ്വേ ബിസിനസ് ചെയ്യുന്നതിനുള്ള അംഗീകാരവും ഹരിനാരായണന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്റെ മോളുടെയും കണ്ണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞിന്റെ കണ്ണ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഹരിനാരായണൻ കിടന്ന് ഓടുന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ ഹരിനാരായണന് ഒരു വീഴ്ചയും സംഭവിക്കാൻ പോണില്ല.